എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം സ്വപ്നത്തിൽ കാണുന്ന ഏതൊരു സംഭവങ്ങളും നിങ്ങളുടെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്നതായിരിക്കാം. അത്തരമൊരു സ്വപ്നത്തെ പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. സ്വപ്നത്തിൽ പീരീഡ് ആകുക അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാവുക. ആർത്തവ കാലത്താണ് അതുപോലെ ഒരു സ്വപ്നം കാണുന്നുവെങ്കിൽ അത് ഒരു സാധാരണ സ്വപ്നം തന്നെയാണ്. എന്നാൽ ഈ സ്വപ്നം പിരീഡില്ലാത്ത സമയത്താണ് തുടർച്ചയായി കാണുന്നുവെങ്കിൽ ജീവിതത്തിലെ ചില സംഭവങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ ആർത്തവ രക്തത്തെയാണ് കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന മത്സര പരീക്ഷയിൽ വിജയം നേടും എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നും, അതുപോലെ ഇൻ്റർവ്യൂവിൽ വിജയിക്കും എന്നതിനെയും, അതുപോലെ ഒരു പുതിയ ജോലി ലഭിക്കും എന്നതും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. കൂടാതെ മനസ്സിൽ കുറേ നാളായി കൊണ്ടു നടന്ന ഒരു ആഗ്രഹവും സഫലമാവും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. അടുത്തതായി, സ്വപ്നത്തിൽ ആർത്തവരക്തം വളരെ വേഗത്തിൽ ഒഴുകി വരുന്നതായാണ് കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളോടൊപ്പം ഒരു കള്ള സ്നേഹം കാണിച്ചുകൊണ്ട് ആരോ കൂടിയിട്ടുണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് വേഗം അവരെ ഒഴിവാക്കുക എന്നതാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. അടുത്തതായി, സ്വപ്നത്തിൽ ആർത്തവരക്തം വസ്ത്രങ്ങളിൽ പുരണ്ടതായും അതിനെ നിങ്ങൾ മറയ്ക്കുന്നതായും സ്വപ്നം കണ്ടാൽ മനസ്സിലാക്കുക, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ പരസ്യമാകാൻ സാധ്യതയുണ്ട് എന്ന്. അതായത്, ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു രഹസ്യങ്ങളും മറ്റുള്ളവരോട് പങ്കിടാൻ പാടില്ല. അല്ലാത്ത പക്ഷം ഭാവിയിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അതുപോലെ വസ്ത്രങ്ങളിൽ ആർത്തവരക്തം എല്ലാവരും ശ്രദ്ധിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ അടുത്ത ആളുമായി തർക്കമുണ്ടായി പിരിയും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. അടുത്തതായി, പിരീഡ് വന്ന കാര്യം അടുത്തുള്ള ആളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ പറയുന്നതായാണ് നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങളോ ആഗ്രഹങ്ങളോ അടുത്തയാളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതെ, പക്ഷേ നിങ്ങൾക്ക് അതേക്കുറിച്ച് അവരോട് സംസാരിക്കാൻ കഴിയില്ല. ഈ സ്വപ്നം നിങ്ങളുടെ മാനസികാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആർത്തവമുണ്ടായതായി സ്വപ്നം കണ്ടാൽ വരാനിരിക്കുന്ന ആർത്തവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിൽ സ്വപ്നശാസ്ത്രമായി ബന്ധമില്ല, മനഃശാസ്ത്രമായി ബന്ധമുണ്ടായേക്കാം. അതായത് ആർത്തവത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു എന്നതാണ്. അതിനാലാണ് അത് നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുന്നത്. ക്രമരഹിതമായ ആർത്തവം മൂലം അസ്വസ്ഥമായിരുന്നാലും ഉത്കണ്ഠ കാരണവും ആകും നിങ്ങൾ പലപ്പോഴും അത്തരം സ്വപ്നങ്ങൾ കാണുന്നത്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.